പലസ്തീൻ വിഷയത്തിൽ ശാശ്വത പരിഹാരം ചർച്ച ചെയ്യാൻ ഈ മാസം ചേരുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് മുന്നോടിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് കത്തെഴുതി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. കത്തിൽ പാലസ്തീനിൽ ശാശ്വത പ്രശ്ന പരിഹാരത്തോടൊപ്പം ഹമാസിനെ പുറത്താക്കുക എന്ന നിർദ്ദേശവും അബ്ബാസ് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നാണ് ഈ മാസം അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഹമാസിനെ നിരായുധീകരിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, പലസ്തീനിൽ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, ദ്വിരാഷ്ട്ര പരിഹാരം ചർച്ച ചെയ്യുക എന്നീ വിഷയങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ചയാകുന്നത്. ഈ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കത്തെഴുതിയത്. കത്തിൽ നിരവധി കാര്യങ്ങൾ അബ്ബാസ് ചൂണ്ടിക്കാണിക്കുന്നു. ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതായും ഹമാസ് പിടിയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും അബ്ബാസ് പറയുന്നു. ഗാസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിക്കണമെന്നും ഭാവിയിൽ ഹമാസ് ഗാസയിൽ ഉണ്ടാകരുതെന്നും മഹ്മൂദ് അബ്ബാസ് കത്തിൽ ആവശ്യപ്പെടുന്നു. കൂടാതെ ഗാസയിൽ അന്താരാഷ്ട്ര സൈനിക സേനയുടെ സഹായത്തോടെ പലസ്തീൻ അതോറിറ്റി പ്രവേശിക്കുമെന്നും ഗാസയുടെ അധികാരം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ പലസ്തീൻ ജനത ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ നൽകുന്നതായും പലസ്തീൻ അതോറിറ്റിയിൽ വലിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമെന്നും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെയും ഗവൺമെന്റിനെയും തെരഞ്ഞെടുക്കുമെന്നും അബ്ബാസ് പറയുന്നു. അവസാനമായി പലസ്തീൻ അതോറിറ്റി ഗാസയിലെ മുഴുവൻ ഭരണവും സുരക്ഷയും ഏറ്റെടുക്കുമെന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും അബ്ബാസ് മക്രോണിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.